പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഹജ്ജിൻ്റെ മാസങ്ങൾ സർവരാലും അറിയപ്പെട്ടതാകുന്നു. ഈ നിർണിത മാസങ്ങളിൽ ഹജ്ജ് ചെയ്യുവാൻ തീരുമാനിച്ചവർ ഹജ്ജ് വേളയിൽ സ്ത്രീ സംസർഗവും പാപവൃത്തികളും തർക്കകോലാഹലങ്ങളും വർജിക്കുവാൻ ജാഗ്രതയുള്ളവരായിരിക്കട്ടെ. നിങ്ങൾ അനുഷ്ഠിക്കുന്ന ഏതൊരു ധർമ്മവും അള്ളാഹു അറിയുന്നുണ്ട്. ഹജ്ജ് യാത്രക്കുള്ള പാഥേയങ്ങൾ വഹിച്ചുകൊള്ളുക. എന്നാൽ സർവോത്കൃഷ്ടമായ പാഥേയം ദൈവഭക്തിയത്രേ. ഓ ബുദ്ധിമാന്മാരെ, നിങ്ങൾ എന്നെ ധിക്കരിക്കുന്നത് സൂക്ഷിക്കുവിൻ. ഹജ്ജിനോടൊപ്പം നിങ്ങളുടെ റബ്ബിൻ്റെ അനുഗ്രഹം തേടുക കൂടി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ അറഫയിൽ നിന്ന് പുറപ്പെട്ടാൽ മശ്അറുൽ ഹറാമിനടുത്ത് മുസ്ദലിഫയിൽ തങ്ങി അള്ളാഹുവിനെ സ്മരിക്കുവിൻ. അവൻ നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് എപ്രകാരമാണോ അപ്രകാരം സ്മരിക്കുവിൻ. ഇതിനു മുമ്പ് നിങ്ങൾ വഴിപിഴച്ചു പോയവരായിരുന്നുവല്ലോ. പിന്നീട് ആളുകളെല്ലാം മടങ്ങുന്നവരെവിടെ നിന്നാണോ അവിടെ നിന്ന് തന്നെ നിങ്ങളും മടങ്ങുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുവിൻ. അള്ളാഹു മാപ്പരുളുന്നവനും ദയാപരനുമാകുന്നു. നിങ്ങൾ ഹജ്ജ് ചടങ്ങുകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പണ്ട് നിങ്ങളുടെ പൂർവ്വപിതാക്കളെ സ്മരിച്ചിരുന്ന പോലെ ഇനി അള്ളാഹുവിനെ സ്മരിക്കുവിൻ. അതിലുപരി സ്മരിക്കുവിൻ. എന്നാൽ അള്ളാഹുവിനെ സ്മരിക്കുന്നവരും പലവിധമുണ്ട്. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ എല്ലാം നൽകണമേ എന്നാണ് അവരിൽ ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയുള്ളവന് പരലോകത്തിൽ ഒരു വിഹിതവുമില്ല. എന്നാൽ അവരിൽ ചിലർ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നീ ഈ ലോകത്തും നന്മ ചൊരിയണമേ, പരലോകത്തും നന്മ ചൊരിയണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണമേ. ഇങ്ങനെയുള്ളവരാണോ ഇവർക്ക് ഇരുസ്ഥലത്തും ഇവർ സമ്പാദിച്ചതിൻ്റെ വിഹിതമുണ്ട്. കാലവിളംബരമില്ലാതെ കണക്ക് നോക്കുന്നവനാകുന്നു അള്ളാഹു. ഇത് നിങ്ങൾ ദൈവസ്മരണയിൽ കഴിച്ചുകൂട്ടേണ്ട നിർണിതമായ ഏതാനും ദിനങ്ങളാകുന്നു. ആരെങ്കിലും ധൃതി പിടിച്ച് 2 ദിവസം കൊണ്ട് തന്നെ മടങ്ങിയാൽ അതിൽ കുറ്റമൊന്നുമില്ല. ആരെങ്കിലും പിന്തി മടങ്ങിയാൽ അതിലും കുറ്റമില്ല. ആ ദിവസങ്ങൾ അവൻ തഖ്വയോടുകൂടി കഴിച്ചുകൂട്ടണമെന്ന് നിബന്ധനയുണ്ടെന്ന് മാത്രം. അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് സൂക്ഷിക്കുക. നിങ്ങൾ ഒരു നാൾ അവൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്ന് നന്നായി അറിഞ്ഞിരിക്കുവിൻ. ചില മനുഷ്യർ ഇങ്ങനെയുമുണ്ട്. ഐഹിക ജീവിതത്തിൽ അവരുടെ ഭാഷണം താങ്കൾക്ക് വളരെ കൗതുകകരമായി തോന്നും. താങ്കളുടെ ഉദ്ദേശ്യശുദ്ധിക്ക് അവർ ദൈവത്തെ അടിക്കടി സാക്ഷിയാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ വാസ്തവത്തിൽ അവരാകുന്നു സത്യത്തിൻ്റെ ബദ്ധവൈരികൾ. അധികാരം സിദ്ധിച്ചാൽ ഭൂമിയിൽ അവരുടെ പ്രയത്നമഖിലം അവിടെ നാശം വിതയ്ക്കുന്നതിനും കൃഷിയിടങ്ങൾ കൊള്ളയടിക്കുന്നതിനും മനുഷ്യവംശത്തെ നശീകരിക്കുന്നതിനുമായിരിക്കും. എന്നാൽ അവർ സാക്ഷിയായി കൊണ്ടിരിക്കുന്ന അള്ളാഹുവോ നശീകരണ യത്നങ്ങളെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അവനോട് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഡംബ് അവനെ പാപത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നു. അവൻ്റെ അഹങ്കാരം അവനെ പാപത്തിൽ നിന്ന് തന്നെ ഉറപ്പിച്ചു നിർത്തുന്നു. ഇത്തരക്കാർക്ക് നരകം മതിയാകുന്നവല്ലോ. അത് അതിദുർഭഗമായ സങ്കേതം തന്നെ. മറുവശത്ത് മനുഷ്യരിൽ തന്നെ ഇങ്ങനെയുമുണ്ടൊരു കൂട്ടർ. അവർ അള്ളാഹുവിൻ്റെ പ്രീതിയെ കാംക്ഷിച്ച് ജീവൻ പോലും ത്യജിക്കാൻ സന്നദ്ധരാകുന്നു. അള്ളാഹു അത്തരം അടിയാന്മാരുകളോട് അതീവ ദയാലുവാകുന്നു. ഓ വിശ്വസിച്ചവരെ, നിങ്ങൾ ഇസ്ലാമിൽ സമ്പൂർണമായി പ്രവേശിക്കുവിൻ. പിശാചിൻ്റെ പാദങ്ങളെ പിന്തുടരാതിരിക്കുവിൻ. അവൻ നിങ്ങളുടെ തെളിഞ്ഞ ശത്രുവല്ലോ. നിങ്ങളുടെ അടുക്കൽ വന്നുകഴിഞ്ഞ സ്പഷ്ടമായ മാർഗദർശനങ്ങൾ ഗ്രഹിച്ച ശേഷം നിങ്ങൾ പോവുകയാണെങ്കിൽ നന്നായി അറിഞ്ഞുകൊള്ളുക, അള്ളാഹു സർവത്തെയും അതിജയിക്കുന്നവനും യുക്തിജ്ഞാനവനുമത്രേ. ഈ ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞിട്ടും ജനം നേർവഴി സ്വീകരിക്കുന്നെങ്കിൽ പിന്നെ ഇനി അള്ളാഹു തന്നെ മേഘക്കൂടയും ചൂടി മലക്കുകളുടെ അകമ്പടിയോടെ ഇവരുടെ മുന്നിൽ ഇറങ്ങി വരികയും കാര്യം തീരുമാനിക്കുകയും ചെയ്യണമെന്നാണോ ഇവർ പ്രതീക്ഷിക്കുന്നത്? ഒടുവിൽ സകല സംഗതികളും സമർപ്പിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ തന്നെ സമക്ഷത്തിലാണല്ലോ. ഇസ്രായേൽ വംശത്തോട് ചോദിച്ചു നോക്കുക, എത്രയെത്ര സുവ്യക്ത ദൃഷ്ടാന്തങ്ങളാണ് നാം അവർക്ക് നൽകിയിരുന്നത്.
ഇതുകൂടി അവരോട് തന്നെ ചോദിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹം വന്നെത്തിയ ശേഷം അതിനെ ശാപമാക്കി മാറ്റുന്നവർക്ക് അവൻ എന്തുമാത്രം ഘോരമായ ശിക്ഷയാണ് നൽകുക. സത്യനിഷേധത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തവർക്ക് ഭൗതിക ജീവിതം അത്യാകർഷകമാക്കപ്പെട്ടിരിക്കുന്നു. സത്യവിശ്വാസത്തിൻ്റെ വഴി അവലംബിച്ചവരെ അവർ പരിഹസിക്കുകയാണ്. അന്ത്യദിനത്തിലോ ഭക്തന്മാർ തന്നെയായിരിക്കും അവരെക്കാൾ ഉന്നതസ്ഥാനീയർ. ഭൗതിക വിഭവങ്ങളുടെ കാര്യമാകട്ടെ അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് കണക്കറ്റ് നൽകുവാൻ അവൻ അധികാരമുള്ളവനാകുന്നു. ആദിയിൽ എല്ലാ ജനവും ഒരേ മാർഗത്തിലായിരുന്നു. പിന്നീട് ഈ അവസ്ഥ നിലനിന്നില്ല, ഭിന്നതകൾ ഉടലെടുത്തു. അപ്പോൾ അള്ളാഹു സന്മാർഗ ആചരണത്തിൻ്റെ ശുഭപര്യവസാനമായിരിക്കുന്നവരായും ദുർമാർഗാചരണത്തിൻ്റെ കെടുതികളെക്കുറിച്ച് താക്കീത് ചെയ്യുന്നവരായും പ്രവാചകന്മാരെ നിയോഗിച്ചു. സത്യത്തെക്കുറിച്ച് ജനത്തിനിടയിൽ ഉടലെടുത്തിരുന്ന ഭിന്നിപ്പുകളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതിനായി അവരോടൊപ്പം സത്യവേദവും അവതരിപ്പിച്ചു. ആദിയിൽ മനുഷ്യർക്ക് സത്യം അറിയിച്ചു കൊടുക്കാത്തതിനാലായിരുന്നില്ല ഈ ഭിന്നിപ്പുകൾ ഉടലെടുത്തത്. സത്യജ്ഞാനം ലഭിച്ചു കഴിഞ്ഞവരാണ് ഭിന്നിച്ചത്. വ്യക്തമായ മാർഗദർശനങ്ങൾ ലഭിച്ചിട്ടും അവർ സത്യം തള്ളിക്കളഞ്ഞ് ഭിന്നമാർഗങ്ങൾ വെട്ടിത്തുറന്നു. അവരുടെ പരസ്പര കലഹം നിമിത്തമാകുന്നു അങ്ങനെ പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരെ അള്ളാഹു അവൻ്റെ ഹിതത്താൽ ജനങ്ങൾ ഭിന്നിച്ചുപോയ സത്യാസരണിയിലേക്ക് നയിച്ചു. അള്ളാഹു അവനിച്ഛിക്കുന്നവരെ നേരായ പാതയിലേക്ക് നയിക്കുന്നു. അല്ല, നിങ്ങൾ സ്വർഗത്തിൽ അങ്ങ് പ്രവേശിച്ചു കളയുമെന്നാണോ വിചാരിക്കുകയാണോ? നിങ്ങളുടെ മുൻഗാമികളായ സത്യചാരികളെ ബാധിച്ചതൊന്നും നിങ്ങളെ ബാധിച്ചു കഴിഞ്ഞിട്ടില്ലെന്നിരിക്കെ പീഡകളും വിപത്തുകളും അവരെ ബാധിച്ചു. അതത് കാലത്ത് ദൈവദൂതരും കൂടെയുള്ള വിശ്വാസികളും ദൈവസഹായം എപ്പോഴാണ് വന്നെത്തുക എന്ന് വിലപിക്കുവോളം അവർ വിഷപ്പിക്കപ്പെടുകയും വിറപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തത്സമയം അവർക്ക് സാന്ത്വനമരുളപ്പെട്ടു. അറിയുക, അള്ളാഹുവിൻ്റെ സഹായം ആസന്നമായിരിക്കുന്നു. ജനം താങ്കളോട് ചോദിക്കുന്നു, അവരെന്താണ് ചെലവഴിക്കേണ്ടതെന്ന്. മറുപടി കൊടുക്കുക, നിങ്ങൾ ചെലവഴിക്കുന്ന മുതൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിപോക്കർക്കും വേണ്ടിയായിരിക്കട്ടെ. നിങ്ങൾ എന്ത് ധർമ്മം ചെയ്താലും അള്ളാഹു അതിനെ സൂക്ഷ്മമായി അറിയുന്നുണ്ട്. നിങ്ങൾക്ക് യുദ്ധം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതാകട്ടെ നിങ്ങൾക്ക് അരോചകമാകുന്നു. നിങ്ങൾക്ക് ഗുണകരമായ ഒരു കാര്യം നിങ്ങൾക്ക് അരോചകമായി തോന്നിയേക്കാം, ദോഷകരമായ ഒരു കാര്യം ഇഷ്ടമായും തോന്നിയേക്കാം. അള്ളാഹു അറിയുന്നു, നിങ്ങളോ അറിയുന്നില്ല. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.